ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി വ്ളോഗുമായിട്ടാണ്. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാന്നല്ലേ? നമ്മൾ പോകാൻ പോകുന്നത് കനോലി പ്ലോട്ടിലേക്കാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ അത്. അത്ര ദൂരമൊന്നുമില്ല. നിലമ്പൂർ അങ്ങാടിയിലെ തിരക്കെന്നൊക്കെ ഒന്ന് മാറി ഭയങ്കര സമാധാനമുള്ളൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേട്ടോ കനോലി പ്ലോട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കപ്പിൾസിൻ്റെ എണ്ണവും വളരെ കൂടുതലാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്നതാണ് ചാലിയാർപ്പുഴയും പിന്നെ അതേപോലെ തന്നെ കുതിരപ്പുഴയും സംഗമിക്കുന്ന സ്ഥലം കേട്ടോ. പണ്ട് ഇത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 2019 പ്രളയത്തിൽ അത് ഒലിച്ചുപോയി. പിന്നീട് കുറച്ച് കാലം ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മഴക്കാലമായത് കാരണം ഇപ്പം അതും ഇല്ല. മെയിനായിട്ട് നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് അപ്പുറത്താണെന്നുണ്ടെങ്കിലും ഈ ഭാഗവും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു സമാധാനമൊക്കെ കിട്ടണ ഒരു സ്ഥലമാണ്. കുറേ പൂട്ടിക്കിടക്കണ കെട്ടിടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മില്ലൊക്കെ ആയിരുന്നു ഇത്ര അത്. അവിടുന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഇറങ്ങാനായപ്പോഴേക്ക് സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിയാകുമ്പോൾ ഇവിടെ ഗേറ്റ് അടയ്ക്കും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. എനിക്ക് ആ പാലം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി തോന്നുന്നു. ഇതിപ്പോൾ അപ്പുറത്താണ് ശരിക്കും കാണാനുള്ളത്. ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല. എന്നാലും നമുക്കൊരു തണുത്തൊരു അന്തരീക്ഷത്തിൽ വന്നേ ഇരിക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മളിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കടകളിൽ കുറേ ഉപ്പിലിട്ടതും സർബത്തും ഒക്കെ നമുക്കിവിടെ പുറത്ത് വാങ്ങാൻ കിട്ടും. പിന്നെ പോരാത്തതിന് ബലൂണും പാവക്കുട്ടികളും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പൈനാപ്പിളും ഒരു മാങ്ങയൊക്കെ വാങ്ങി ഞങ്ങളത് കഴിച്ചു. അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ബൈ.